Dear students, in this lecture I am continuing our topic transmission of heat. കഴിഞ്ഞ ക്ലാസ്സിൽ നമ്മൾ കഴിഞ്ഞ വീഡിയോയിൽ നിങ്ങൾ കേട്ട് കാണും. നമ്മൾ ഡിഫറെൻറ്റ് ടൈപ്പ് ഓഫ് ഹീറ്റ് കണ്ടക്ഷനാണ്, കണ്ടക്ഷൻ, കൺവെക്ഷൻ ആൻഡ് റേഡിയേഷൻ. അതുമായി ബന്ധപ്പെട്ടും തെർമൽ കണ്ടക്ടിവിറ്റി ആണ് നമ്മൾ ഇൻട്രൊഡ്യൂസ് ചെയ്തു. വി ഹാവ് ഇൻട്രൊഡ്യൂസ് ദ തെർമൽ കണ്ടക്ടിവിറ്റി ഓഫ് എനി മെറ്റൽ or any material. Okay, so today this method I am going to introduce the least disk method. So this is the best method to determine the coefficient of thermal conductivity of a poor conductor or the bad conductor, like rubber, glass, ebonite, wood or cardboard, etc. So suppose നമുക്ക് കാണേണ്ട, അതായത് നമ്മൾ ഏതെങ്കിലും ഒരു ബാഡ് കണ്ടക്ടറിൻ്റെ തെർമൽ കണ്ടക്ടിവിറ്റി ഏതാണോ അതാണ് നമ്മുടെ സ്പെസിമെൻ. സോ ദിസ് ഈസ് ദ എസ്കിമാറ്റിക് ഡയഗ്രാം. സോ നമ്മൾ ഇതിൽ യൂസ് ചെയ്യുന്ന മെത്തേഡ് എന്ന് പറഞ്ഞാൽ വി ഹാവ് എ സ്റ്റീം ചേംബർ ആൻഡ് വി ഹാവ് എ സെക്കൻഡ് പ്ലേറ്റ് വി ഹാവ് ഹിയർ. ഐ കോൾ ദിസ് ഡിസ്ക് ഈസ് എ ആൻഡ് ദിസ് ഡിസ്ക് ഈസ് ബി ആൻഡ് ഐ കോൾ ദിസ് the specimen means നമ്മുടെ ബാഡ് കണ്ടക്ടറാണ് സി ആൻഡ് ദിസ് ഇസ് ടി. സോ ഐ ഹാവ് എ ടെമ്പറേച്ചർ മെഷർ ചെയ്യാൻ ഞാൻ ബി എന്നുള്ള ഡിസ്കിൽ ഒരു ടെമ്പറേച്ചർ തെർമോമീറ്റർ T1 ഉപയോഗിച്ചിരുന്നു. അവിടെ മെഷർ ചെയ്യുന്ന ടെമ്പറേച്ചർ θ1 ആണ്. ആൻഡ് T2 എന്ന ഈ തെർമോമീറ്ററിൽ ഞാൻ ഒരു തെർമോമീറ്റർ യൂസ് ചെയ്തിട്ട് ടെമ്പറേച്ചർ ഓഫ് എ സെക്കൻഡ് ഡിസ്ക് എ എന്നുള്ള ഡിസ്കിൻ്റെ ടെമ്പറേച്ചർ കാണും. നമ്മുടെ ആക്ച്വൽ ലാബിലുള്ള ഒരു ഡയഗ്രാം ഈ രീതിയിലാണ്. ഒരു ഹാങ് ചെയ്ത് വെച്ച സെറ്റപ്പ് ആയിരിക്കും. ഒരു ഡിസ്ക് ഉണ്ടാവും, അതിൽ നമ്മുടെ പുറത്തുനിന്ന് വെള്ളം ബോയിൽ ചെയ്തിട്ട് സ്റ്റീം മാത്രം ഈ സ്റ്റീം ചേമ്പറിലേക്ക് കടത്തി വിടും. ദെൻ ദ സെറ്റപ്പ് ഈസ് ആസ് വി ഡിസ്കസ്ഡ് ഇൻ ദിസ് വേ. ഓക്കെ, സോ ഈ മെത്തേഡിൽ നമ്മൾ മെയിനായിട്ട് ഈ മെത്തേഡ് യൂസ് ടു ഫൈൻഡ് ദ തെർമൽ കണ്ടക്ടിവിറ്റി ഓഫ് ബാഡ് കണ്ടക്ടർ. ഈ മെത്തേഡിൽ പറയുന്ന രീതി തന്നെ. സോ നമുക്ക് ഡിസ്കസ് ചെയ്യാം വാട്ട് ഈസ് ദ തിയറി ആൻഡ് വാട്ട് ഈസ് ദ പ്രൊസീജിയർ. സോ ഈ മെത്തേഡ്, ഇൻ ദിസ് മെത്തേഡ് വാട്ടർ ഈസ് ഹീറ്റഡ് ടു പ്രൊഡ്യൂസ് സ്റ്റീം. നമ്മൾ വാട്ടർ ഹീറ്റ് ചെയ്ത് സ്റ്റീം ഉണ്ടാക്കുന്നു, വിച്ച് ഈസ് പുൾഡ് ത്രൂ എ സ്റ്റീം ചേമ്പർ. ഞാൻ ഓൾറെഡി കാണിച്ചു. അത് നമ്മൾ എന്ത് ചെയ്യുന്നു, ഒരു മെറ്റൽ ഡിസ്കിലേക്ക്, നമ്മുടെ ഏതാണോ നമ്മുടെ സ്പെസിമെൻ ആ മെറ്റൽ ഡിസ്കിലേക്ക്, സ്പെസിമെൻ എന്നതിന് മുമ്പ് ഒരു മെറ്റൽ ഡിസ്ക് ആയിട്ട് കണക്റ്റഡ് ഉണ്ടാവും. സോ ഹിയർ ദ സ്റ്റീം ചേമ്പർ ഈസ് കണക്റ്റഡ് ടു മെറ്റൽ ഡിസ്ക് ബി. ഈ ബി എന്നുള്ള മെറ്റൽ ഡിസ്കുമായിട്ട് കണക്റ്റഡ് ആണ്. ആ മെറ്റൽ ഡിസ്കിൽ ഒരു തെർമോമീറ്റർ ഉണ്ടാവും. അങ്ങനെയാണ് ആ ഡിസ്കിലേക്ക് ഈ ഹീറ്റ് കണ്ടക്ട് ചെയ്യും. ആ കണ്ടക്ട് ചെയ്ത ആ ഡിസ്കിൽ നിന്ന് ദി സ്റ്റീം കോസസ് ദ മെറ്റൽ ഡിസ്ക് ടു ഹീറ്റ് അപ്പ്. അത് ഹീറ്റ് അപ്പ് ആവും ആൻഡ് ട്രാൻസ്ഫർ ടു ദ പുവർ കണ്ടക്ടർ. നമ്മുടെ സ്പെസിമെനിലേക്ക് അത് കണ്ടക്ട് ചെയ്യും. ദാറ്റ് ഈസ് ബീങ് ടെസ്റ്റഡ്. ഏതാണോ നമുക്ക് ടെസ്റ്റ് ചെയ്യേണ്ട കണ്ടക്ടർ അതിലേക്ക് ടെസ്റ്റ് ചെയ്യും. സോ ദിസ് പുവർ കണ്ടക്ടർ ട്രാൻസ്ഫർ ഹീറ്റ് ടു ദ ബോട്ടം മെറ്റൽ ഡിസ്ക്. ദർ ഇസ് എ സെക്കൻഡ് ഡിസ്ക് അറ്റ് ദ ബോട്ടം ഓഫ് ദിസ് പുവർ കണ്ടക്ടർ. ആ ഡിസ്കിലേക്ക് ട്രാൻസ്ഫർ ചെയ്യും. ദെൻ ആ മെറ്റൽ ഡിസ്ക്കാണ് പുറത്തേക്ക് അത് കൺവെക്ഷൻ മെത്തേഡിലൂടെ ഹീറ്റ് ലോസ് ചെയ്യുന്നു. സോ ദിസ് ഈസ് ദ പ്രോസസ് ഈസ് ഹാപ്പനിങ്. സോ ആഫ്റ്റർ സം ടൈം, കുറച്ച് സമയം കഴിഞ്ഞാൽ ഈ രണ്ട് മെറ്റൽ ഡിസ്കും വിൽ റീച്ച് എ സ്റ്റഡി ടെമ്പറേച്ചർ. നമ്മൾ സ്റ്റീമിൽ നിന്ന് വരുന്ന ടെമ്പറേച്ചർ ഡിസ്ക് എയിലേക്ക്, ഡി ആണ് ഇവിടെ സ്റ്റീം ചേമ്പർ, ബി ആണ് ഒരു ഡിസ്ക്. ബി എന്ത് ചെയ്യും, ആ ബിയിലുള്ള തെർമോമീറ്റർ നമ്മുടെ ഒരു കോൺസ്റ്റൻറ്റ് ടെമ്പറേച്ചർ കാണിക്കും. അത് കുറേ സമയം ഇതിലൂടെ പാസ് ചെയ്തിട്ട് നമ്മുടെ സ്പെസിമെനിലൂടെ പാസ് ചെയ്ത് എ എന്ന ടെമ്പറേച്ചർ, എ എന്ന ഡിസ്കിലെ തെർമോമീറ്ററും സ്റ്റഡി ആവും. ആഫ്റ്റർ എ സർട്ടൻ ടൈം രണ്ട് തെർമോമീറ്ററിലും ഒരു സ്റ്റഡി ടെമ്പറേച്ചർ, കോൺസ്റ്റൻറ്റ് ടെമ്പറേച്ചർ കാണിക്കും. സോ അതിനെ ഞാൻ ഒന്ന് T1 എന്ന തെർമോമീറ്ററിൽ θ1 എന്നും T2 എന്ന ടെമ്പറേച്ചറിൽ θ2 എന്നും കാണിച്ചു കഴിഞ്ഞാൽ അടുത്ത സ്റ്റെപ്പായിട്ട് നമ്മൾ ചെയ്യാം, പുവർ കണ്ടക്ടർ നമ്മൾ വെച്ച സ്പെസിമെൻ അത് റിമൂവ് ചെയ്യും. എന്നിട്ട് അപ്പർ ഡിസ്ക് നേരെ ലോവർ ഡിസ്കുമായിട്ട് കോണ്ടാക്ട് വെക്കും. സോ ദ ലോവർ ടെമ്പറേച്ചർ ഓഫ് അതായത് θ2 എത്രയാണോ അപ്പ് ഉള്ളത് അതിനേക്കാൾ ഒരു 10 ഡിഗ്രി, അറൗണ്ട് 10 ഡിഗ്രി റൈസ് ചെയ്യുന്ന രീതിയിൽ നമ്മൾ എന്ത് ചെയ്യും, ഡയറക്റ്റ് കോണ്ടാക്ട് വെക്കും. ദെൻ our experiment is over. The steam chamber is removed. Then lower disk alone is suspended and allowed to cool. അതാണ് നമ്മൾ ചെയ്യുന്നത്. അതായത് നമ്മൾ ഡിസ്ക് മാറ്റും,
മുകളിലെ ഡിസ്ക് മാറ്റും, സ്റ്റീം ചേമ്പറുമായിട്ട് കണക്ട് ചെയ്തും ആ ഡിസ്ക് മാറ്റി കഴിഞ്ഞാൽ പിന്നെ ലോവർ ഡിസ്ക് മാത്രമേ ഉള്ളൂ, നമ്മുടെ സ്പെസിമെനും എടുത്തു മാറ്റും. ദെൻ ഓൺലി ദ ഡിസ്ക് എ ഈസ് ഓൺലി അലോൺ സസ്പെൻഡഡ് ആൻഡ് ഇറ്റ്സ് വി ആർ അലൗഡ് ടു കൂൾ. എന്നിട്ട് ആ കൂൾ ചെയ്യുന്ന സമയത്ത് ടൈം ടെമ്പറേച്ചർ ഒബ്സർവേഷൻ, നമ്മൾ ടൈം മാറുന്നതനുസരിച്ച് എങ്ങനെയാണ് ടെമ്പറേച്ചർ θ2 ഡിഗ്രീസ് ചെയ്യുന്നത് നമ്മൾ ഒബ്സർവ് ചെയ്യും. യൂഷ്വലി ഒരു ഈക്വൽ ഇൻ്റർവൽ ഓഫ് ടൈമിൽ ചെയ്യും. നമ്മളൊരു 30 സെക്കൻഡ്, ഒരു ഹാഫ് മിനിറ്റ് വെച്ചിട്ടാണ് നമ്മൾ, അതാണ് നമ്മൾ θ1 θ2 നമ്മൾ നോട്ട് ചെയ്യും. ദെൻ നമുക്ക് ഒബ്സർവേഷൻ, ഈ എക്സ്പെരിമെൻറ്റ് ചെയ്യുമ്പോൾ ഒബ്സർവേഷൻ എന്ന് പറഞ്ഞാൽ ഈ ടൈം ടെമ്പറേച്ചർ ടാബുലേഷനാണ്. ഇവിടെ ഒരു 30 സെക്കൻഡ് ഇടവേളകളിൽ θ2 കൂൾ ചെയ്യുന്ന ടെമ്പറേച്ചർ നമ്മൾ കാണും. സോ ദിസ് ഓൾ അബൌട്ട് ദ പ്രൊസീജിയർ. ആൻഡ് നമ്മൾ ഇവിടെ അതിൻ്റെ തിയറി പറയുമ്പോൾ എങ്ങനെയാണ് ഇക്വേഷനിലേക്ക് എത്തുന്നത് നോക്കാം. സോ സപ്പോസ് ക്യാപിറ്റൽ ആർ ഇസ് ദ റേഡിയസ് ഓഫ് ലോവർ ഡിസ്ക്. എ എന്നുള്ള ഒരു ഡിസ്ക് ഉണ്ട് താഴെ, എല്ലാ ഡിസ്കും ഒരു സ്ഫെറിക്കൽ ഷേപ്പ് ആയിരിക്കും. സോ ആ ഡിസ്കിൻ്റെ റേഡിയസ് ആണ് ക്യാപിറ്റൽ ആർ എന്ന് കരുതുക. എച്ച് ഇസ് ദ തിക്നെസ് ഓഫ് അവർ സ്മോൾ എച്ച് ഇസ് ദ ഡിസ്ക് തിക്നെസ് തന്നെയാണ്. സ്മോൾ ഡി ആണ് സ്പെസിമെൻ്റെ തിക്നെസ്, സി എന്നുള്ള സ്പെസിമെൻ്റെ തിക്നെസ് ആണെന്ന് കരുതുക. ക്യാപിറ്റൽ എം ഇസ് ദ നമ്മളെ ലോവർ ഡിസ്കിൻ്റെ ടോട്ടൽ മാസ്. ഇങ്ങനെയാണെങ്കിൽ അക്കോർഡിംഗ് ടു ഹീറ്റ് കണ്ടക്ടിവിറ്റി ഈ സീനെ ക്രോസ് ചെയ്തിട്ട് ഒരു സെക്കൻഡിൽ ഒരു സ്റ്റഡി സ്റ്റേറ്റ് ടെമ്പറേച്ചറിൽ നമുക്ക് സീനെ ക്രോസ് ചെയ്ത് എയിലേക്ക് വരുന്ന ഹീറ്റ് എത്രയാണോ, ദ എമൗണ്ട് ഓഫ് ഹീറ്റ് വി ക്യാൻ ഇസ് പ്രൊപ്പോർഷണൽ ടു ഏരിയ. ഇറ്റ്സ് ഈക്വൽ ഏരിയ ഇസ് എ സ്പെസിമെൻ ഇസ് സ്ഫെറിക്കൽ ഷേപ്പ് ഇസ് എ πr² and θ1 minus θ is the temperature difference and its distance is d separation. So d and its proportionality constant is k. So q is equal to k into πr² θ1 minus θ2 by t. And unit time il ayadonde time is, I can treat it as 1 second, so there is no time. So where k is the conductivity of poor conductor, so that's we want to calculate. And okay, that's one case. If suppose d theta by dt, and the d theta by dt is the rate of loss of heat at a steady temperature. നമുക്ക് എയിൽ നിന്ന് പുറത്തേക്ക് നഷ്ടപ്പെട്ടു പോകുന്നത് എത്രയാണോ ഹീറ്റ് കടന്നു വരുന്നത്, അത് സ്റ്റഡി സ്റ്റേറ്റ് ടെമ്പറേച്ചർ എത്തിയാൽ വരുന്ന ഹീറ്റൊക്കെ പുറത്തേക്ക് കൺവെൻഷൻ രീതിയിൽ പുറത്തേക്ക് റേഡിയേറ്റ് ചെയ്യും. അത് d theta by dt ആണെന്ന് നമ്മൾ കരുതാം. at steady state temperature θ2 is θ2 എന്ന steady state temperature. Then rate of heat loss from the disk A is, നമുക്ക് എന്ത് ചെയ്താം, the basics of thermodynamics with some mass into specific heat into d theta by dt ആണ് എത്രയാണോ ഹീറ്റ് ലോസ് കൺവെൻഷൻ രീതിയിൽ അത് പോകുന്നതെന്നുള്ളത്. സോ the amount of heat coming to the through the disk C, സിയിലൂടെ കടന്നു വരുന്ന എത്രയാണോ ഹീറ്റ് അത് തന്നെയാണ് പുറത്തേക്ക് പോവുക സ്റ്റഡി സ്റ്റേറ്റിൽ. സോ k into πr² θ1 minus θ2 is equal to mc into d theta by dt. So this is the now our getting equation. Here we can find the value of k. This is our aim. But how we can find d theta by dt? We can find d theta by dt എങ്ങനെ കാണുന്നതാണ്. സോ അതിന് നമ്മൾ ചെയ്യാൻ, നമ്മൾ നേരത്തെ കൂളിംഗ് സമയത്ത് ടൈം ടെമ്പറേച്ചർ ടാബുലേഷൻ ചെയ്തിട്ടുണ്ടാവും. ആ ഒരു ഒബ്സർവേഷനിൽ നിന്ന് നമുക്ക് കൂളിങ്ങിനൊരു ഗ്രാഫ് വരയ്ക്കാം. along y axis is the temperature, along x axis time വരച്ചാൽ every 30 second we get a value of temperature. It's a non-linear curve we get. The slope കണ്ടാൽ അതിൻ്റെ slope is nothing but d theta by dt. ഇതാണ് അവിടെ d theta by dt സ്ലോപ്പ്. പക്ഷേ ഈ d theta by dt നമുക്കൊരു കറക്ഷൻ ടേം ആഡ് ചെയ്യേണ്ടി വരും. എന്തുകൊണ്ട് കറക്ഷൻ വരുന്നതെന്ന് ചോദിച്ചാൽ, നമുക്ക് കൂളിംഗ് സമയത്ത്, നമ്മളിപ്പോൾ കൂളിംഗ് കാൽക്കുലേറ്റ് ചെയ്യുന്ന സമയത്ത് നമ്മൾ ലോവർ ഡിസ്ക് എ എന്നുള്ള ഡിസ്ക് മാത്രമാണ് അതിൽ സസ്പെൻഡ് ചെയ്തത്, അതിൽ നമ്മൾ സസ്പെൻഡ് ചെയ്ത് വെച്ചിട്ട്. പക്ഷെ മറ്റ് കംപ്ലീറ്റ് എക്സ്പെരിമെൻ്റ് സമയത്തും ഈ എ എന്നുള്ള ഡിസ്കിൻ്റെ മേലെ ഒരു സ്പെസിമെൻ ഉണ്ട്, അതിൻ്റെ മേലെ ബി എന്നുള്ള ഡിസ്ക് ഉണ്ട്, ആ രീതിയിലാണ്. സോ നമ്മൾ കൂൾ ചെയ്യുന്ന സമയത്ത് എ ഡിസ്ക് എലോണാണ് സസ്പെൻഡ് ചെയ്യുന്നത്. പക്ഷെ ആ സമയത്ത് നമുക്ക് ഡിസ്ക് എയുടെ കംപ്ലീറ്റ് പോർഷനിൽ നിന്ന്, അതിൻ്റെ സിലിണ്ടറിക്കൽ പോർഷനിൽ നിന്നും താഴെ പോർഷനിൽ നിന്നും ടോപ്പ് പോർഷനിൽ നിന്നും കൂളിംഗ് പോസിബിളാണ്. സോ ആക്ച്വൽ എക്സ്പെരിമെൻറ്റിൽ അങ്ങനെ പോസിബിൾ അല്ല. ഒരു ഏറ്റവും ടോപ്പിലെ പോർഷനിൽ കൂളിംഗ് പോസിബിൾ അല്ല, അത് കവർ ചെയ്ത് വെച്ചിട്ടുണ്ട് മറ്റൊരു സർഫസും ഉണ്ട്. സോ അത് ആ ഒരു കറക്ഷൻ നമുക്കിവിടെ. സോ ടോട്ടൽ സർഫസ് ഏരിയ ഓഫ് ഡിസ്ക് എന്നാണ് കണ്ടാൽ താഴെ ഒരു സ്ഫെറിക്കൽ ഷേപ്പ്, ടോപ്പിലൊരു സർഫസ്, അപ്പോൾ രണ്ട് സർഫസ് കൂടെ πr² πr² കൂടെ 2πr², പിന്നെ അതിൻ്റെ സ്ഫെറിക്കൽ പോർഷൻ അങ്ങനെയാണ് 2πr into h. സോ ദിസ് ഈസ് ദ ടോട്ടൽ ഏരിയ ഓഫ് ദ സർഫസ് ഏരിയ ഓഫ് ദ ഡിസ്ക്. പക്ഷേ റേഡിയേറ്റ് ചെയ്യുന്നത് എന്താണ്, ഡ്യൂറിങ് ദ എക്സ്പെരിമെൻറ്റ്, ആ കൂളിംഗ് അല്ലാതെ മറ്റ് എക്സ്പെരിമെൻറ്റ് സമയത്ത്
അതിൻ്റെ ഒരു ടോപ്പ് സർഫസ് πr² സർഫസ് ബ്ലോക്ക് ചെയ്ത് വെച്ചിട്ടുണ്ട്, അതിലൂടെ കൂളിംഗ് നടക്കില്ല. സോ ആ ഒരു ടേം ഏരിയ റിമൂവ് ചെയ്താൽ πr² + 2πrh ആണ് ആക്ച്വൽ എക്സ്പെരിമെൻറ്റ് സമയത്തുള്ള അതിനെ എക്സ്പോസ് ചെയ്ത ഏരിയ. സോ ആക്ച്വൽ റേറ്റ് ഓഫ് കൂളിംഗ് dθ/dt ഇൻറ്റു ഒരു കറക്ഷൻ ടേം നമുക്ക് മൾട്ടിപ്ലൈ ചെയ്യണം. സോ ഈസ് ഈക്വൽ ടു ആക്ച്വൽ എക്സ്പെരിമെൻറ്റ് എക്സ്പോസ്ഡ് ഏരിയ ഈക്വൽ πr² + 2πrh by total area 2πr² into 2πrh. Here some term will cancel, dθ/dt into r plus 2h by 2 into r plus h. So this is the actual rate of cooling. So now from this above equation, k into πr² into θ1 minus θ2 into all divided by d is equal to m into c into this dθ/dt. So from this one, this k can calculate, because pi we know, r we capital R we know, θ1 and θ is steady temperature, we can calculate it from the value observation, and d is thickness we know, m mass we know, specific heat of metal we know, dθ/dt from calculate from the slope of this curve, and r, and so all other values we can calculate from the observation, and the remaining only the our aim is we can find the k of this poor conductor. In this way, this is the method of the least disk method to find the thermal conductivity of a poor conductor. I hope you understand. Okay, so another topic, we can state a Wiedmann-Franz law. Wiedmann-Franz law stating that according to this law, the ratio of thermal and electrical conductivity, so far we have discussed about thermal conductivity. You know, the if we have a large collection of free electron, the some material or some metal is a high electrical conductivity also possible. So the ratio of thermal and electrical conductivity is same for all metal at the same temperature. So at a particular suppose the metal is at a say 1 temperature, then if I take the ratio of thermal and electrical conductivity, our ratio എല്ലാ മെറ്റലിനും ഒരു സെയിം ടെമ്പറേച്ചറിൽ സെയിം ആയിരിക്കും എന്നുള്ളതാണ്. സോ ദ റേഷ്യോ ഈസ് ഡയറക്ട്ലി പ്രൊപ്പോർഷണൽ ടു ദിസ് അബ്സല്യൂട്ട് ടെമ്പറേച്ചർ ഓഫ് ദിസ് മെറ്റൽ. So we can easily tell ratio of k by k is the thermal conductivity, and sigma is the electrical conductivity, is proportional to the temperature. And if I take k by sigma into t is equal to a constant for all metal. So this is Wiedmann-Franz law. Okay, so today we have discussed about least disk method and the Wiedmann-Franz law. So please go through this on, and you make a note on this one, and hope you enjoying this session. Thank you.